വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ഒരു ദിവസം 36,000-നും 60,000-നും ഇടയിൽ ചിന്തകളാണ് ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്, ചില സ്റ്റഡികൾ പറയുന്നത്, ഈ ചിന്തകളിൽ 95% റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്തയുടെ 95% ചിന്തകളും നാളെയും ഞാൻ ചിന്തിക്കുന്നു എന്നാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഈ ചിന്തകളുടെ 80% നെഗറ്റീവ് ആണ് എന്നതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുത. അപ്പൊ എന്താണ് സംഭവിക്കുക? ഒരു ദിവസം ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 80% വരുന്ന ചിന്തകൾ, അത് റിപ്പീറ്റഡ്, ആ ചിന്തകൾ നെഗറ്റീവ് റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. ഓഫീസ്, ഡെസ്ക്, ബസ് സ്റ്റോപ്പ്, വാഹനം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ നെഗറ്റീവ് തോട്ട്സ് ആണ്. ആ തോട്ടുകൾ വരുമ്പോഴത്തേക്കും ശരീരത്തിന്റെ അവസ്ഥകളിൽ തന്നെ ചില ഹോർമോണലൈസേഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് ഊർജം കുറയുന്ന ഒരവസ്ഥ പോലും അതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ദിവസം സാധാരണ ഒരു മനുഷ്യന് 5% മാത്രമാണ് പുതിയ ചിന്തകൾ ഒരു ദിവസം ഉണ്ടാകുന്നതെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഈ 5% പുതിയ ചിന്തകൾ മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് ജീവിതത്തിൽ വലിയ പുരോഗതിയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്താണ് നാം ചെയ്യേണ്ടത്? ജീവിതത്തിൽ വലിയ പുരോഗതിയിലേക്ക് പോകുവാൻ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പോസിറ്റീവ് തോട്ടുകൾ നമ്മുടെ മനസ്സിൽ നിറക്കുക എന്നുള്ളത്. ഇതെങ്ങനെയാണ് നാം ചെയ്യുക? പോസിറ്റീവ് തോട്ടുകൾ നിറക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മേക്ക് എ പോസിറ്റീവ് ലൈബ്രറി ഇൻ അവർ ഹോം. നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ലൈബ്രറി ഉണ്ടാക്കുക എന്നുള്ളത്. ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000, 5,000, 50,000 പുസ്തകമൊന്നും വേണ്ട. പ്രധാനപ്പെട്ട ഏതാനും ചില പുസ്തകങ്ങൾ, പോസിറ്റീവായ എനർജി കിട്ടുന്ന, ഉയർന്ന ജീവിത വിജയം നേടിയ ആളുകളുടെ പുസ്തകങ്ങൾ, ആധികാരികമായ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങുക, അത് നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് യുവർ ഹാബിറ്റ്, അമേസിംഗ് റിസൾട്ട്സ് യു വിൽ ഗെറ്റ്. ഒരു ദിവസം 20 പേജ് മോട്ടിവേഷണൽ പുസ്തകത്തിൽ നിന്നുള്ള 20 പേജസ് മാത്രം ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 20 പേജ് ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ 200 പേജുള്ള 3 പുസ്തകങ്ങൾ ഒരു മാസത്തിൽ നമുക്ക് തീർക്കുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ സമയമാണ് അതിന് വേണ്ടത്. വളരെ പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സമയം ആ വായനയ്ക്ക് വേണ്ടി നാം ഫിക്സ് ചെയ്യുക. ഏറ്റവും നല്ലത് അത് രാവിലെയാകുന്നതാണ്. കാരണം മോർണിംഗ് ടൈമിൽ നമ്മുടെ സെൻസേഷൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് മനസ്സ് വളരെ ഫ്രഷായി നിൽക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഏതൊരു കാര്യവും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എനർജി ആയിട്ട് പെട്ടെന്ന് തന്നെ രൂപാന്തരപ്പെടാൻ, അത് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഡെയിലി 20 പേജെങ്കിലും ജീവിത വിജയത്തിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി ജീവിതത്തിൽ എല്ലാ ദിവസവും 20 പേജെങ്കിലും മിനിമം വായിക്കുമെന്നൊരു തീരുമാനമെടുത്താൽ മാത്രം മതി. അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ, അത്ഭുതകരമായ റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പല പുസ്തകങ്ങൾ വാങ്ങും. ആ പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നമ്മുടെ വീട്ടിലൊരു ഹോം ലൈബ്രറി ഉണ്ടാകും. അടുത്ത തലമുറയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ലൈബ്രറിയാണ്. ഒരു വീടിന്റെ ഐശ്വര്യമാണ് പോസിറ്റീവ് ലൈബ്രറി എന്ന് പറയുന്നത്. വലിയ വിജയം നേടിയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ 250 രൂപയുടെ 300 രൂപയുടെ പുസ്തകം വായിച്ച് 700 കോടി രൂപ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. പല പുസ്തകങ്ങളും വായിച്ച് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സിൽ വിജയം നേടിയ ആളുകൾ, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകൾ പലപ്പോഴും അനുഭവങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ആ പുസ്തകം എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്, എൻ്റെ കരിയറിൽ ആ ഒരു പുസ്തകം സഹായിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ 5% തോട്ടുകൾ മാത്രം പുതിയത് വന്നത് കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് പോസിറ്റീവ് തോട്ടുകൾ കൊടുക്കുക. അതിനുള്ള മാർഗ്ഗമാണ് വളരെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഒരേ സമയം വായിക്കുക. 20 പേജുകൾ ഒരു ദിവസം. ഏറ്റവും ചുരുങ്ങിയൊരു കണക്ക് പറഞ്ഞതാണ്. അതിൽ കൂടുതൽ വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം. ഒരേ സമയത്ത് വായിക്കണം എന്ന് പറഞ്ഞതിലുള്ള താല്പര്യം, സ്ഥിരമായിട്ട് ഒരു കാര്യം 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയമാകുമ്പോൾ, രാവിലെ 7 മണിക്കാണ് പുസ്തകം വായിക്കുന്നതെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോഴേക്കും മനസ്സ് പുതിയ പോസിറ്റീവ് എനർജിക്ക് വേണ്ടി കാത്തിരിക്കും.
അത് വീണ്ടും ഒരുപാട് കാലം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമായി, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആ പോസിറ്റീവ്സ് മുഴുവനും മാറുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ടോട്ടലി ഒരു ചേഞ്ചിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അടുത്ത ജനറേഷൻ അതുകൊണ്ട് വലിയ ഇങ്ങനെ തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഹോം ലൈബ്രറി എന്ന ഒരു പുതിയ കൺസെപ്റ്റ് കൂടെ നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ തലമുറകളിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം കൂടെ അതായിരിക്കും. അങ്ങനെ പോസിറ്റീവ് ലൈബ്രറിയുള്ള, പോസിറ്റീവ് ചിന്തകളുള്ള, പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമുക്കൊന്നിച്ച് പറന്നുയരാം വിജയങ്ങളിലേക്ക്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ലൈഫ് TV.